ഫർണിച്ചർ വിപണന രംഗത്ത് 13 വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ. നിങ്ങളുടെ ആരോഗ്യം സംരക്ഷിക്കാൻ ലോകോത്തര ബ്രാൻഡായ ഹെർക്കുലീസ് ഫിറ്റ്നസ് എക്യുപ്മെന്റ്സുകൾ നിങ്ങൾക്കും സ്വന്തമാക്കാം. വെൽനെക്സ് ഫിറ്റ്നസ് എക്യുപ്മെന്റ് സെയിൽസ് ആൻഡ് സർവീസ്, നിയർ സീതി ഹാജി സ്റ്റേഡിയം, എടവണ്ണ. രാഹുൽ മാങ്കൂട്ടത്തിലിനെ അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തുവന്ന പത്രത്താളുകളിൽ പൊതിച്ചോർ വിതരണം ചെയ്ത് നിലമ്പൂരിലെ ഡിവൈഎഫ്ഐ. നിലമ്പൂർ ജില്ലാ ആശുപത്രിയിലാണ് ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ പൊതിച്ചോർ വിതരണം ചെയ്തത്. ഡിവൈഎഫ്ഐയെ മാത്രമല്ല, ഡിവൈഎഫ്ഐക്ക് പൊതിച്ചോറ് നൽകുന്ന അമ്മമാരെയും സഹോദരിമാരെയും കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം അന്ന് അധിക്ഷേപിച്ചതെന്നും ആ രാഹുൽ മാങ്കൂട്ടത്തിലിനെ പീഡനക്കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത് കാലത്തിന്റെ കാവ്യനീതിയാണെന്നും ഡിവൈഎഫ്ഐ ആരോപിച്ചു. ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് വിതരണത്തിന്റെ മറവിൽ അനാശാസ്യ പ്രവർത്തനങ്ങൾ നടക്കുന്നത് എന്ന് വിശേഷിപ്പിച്ച രാഹുൽ മാങ്കൂട്ടത്തിലിനെ സ്ത്രീപീഡനത്തിന്റെ പേരിൽ അറസ്റ്റ് ചെയ്ത് തുറുങ്കിലടച്ച വാർത്ത പത്രത്തിൽ വന്ന ആ പത്രത്താളുകളിൽ പൊതിഞ്ഞ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന ദിവസമാണ് ഇന്ന്. ഏത് പെരുമഴക്കാലത്തും പ്രതികൂല കാലാവസ്ഥയിലും ഡിവൈഎഫ്ഐയുടെ പ്രവർത്തകർ വീടുകളിലൂടെ പോയി പൊതിച്ചോറ് ശേഖരിച്ച് ഈ വിശപ്പടക്കാൻ സർക്കാർ ആശുപത്രിയിൽ വന്ന് പൊതിച്ചോറ് വിതരണം ചെയ്യാറുണ്ട്. ഈ വിതരണം ചെയ്യുന്ന ഡിവൈഎഫ്ഐ മാത്രമല്ല, ഞങ്ങൾക്ക് ഈ സ്നേഹത്തിന്റെ പൊതിച്ചോറ് വിതരണം ചെയ്യുന്ന, ഈ പൊതിച്ചോറ് നൽകുന്ന നമ്മുടെ വീട്ടിലുള്ള സാധാരണക്കാരായിട്ടുള്ള വീട്ടമ്മമാരെ, അമ്മമാരെ, സഹോദരിമാരെ കൂടിയാണ് രാഹുൽ മാങ്കൂട്ടം അന്ന് അവഹേളിച്ചിട്ടുള്ളത്. ഡിവൈഎഫ്ഐ ബ്ലോക്ക് സെക്രട്ടറി അരുൺദാസ്, പ്രസിഡന്റ് ദീപക്, പ്രജിത്, റിയാസ് കാവാട്, ലൈൻ സുരാജ്, രജീഷ് കോട്ടായി തുടങ്ങിയവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. ചരിത്ര വിവാഹ് ബ്രൈഡൽ കളക്ഷൻസ് by Shobhika Weddings.